ഹായ്, നമ്മുടെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ അഥവാ ജീവിത നൈപുണ്യങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾ നടക്കാനും സംസാരിക്കാനും പഠിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവർ വിട്ടുപോകുന്ന ഒരേ ഒരു കാര്യമാണ് ജീവിത നൈപുണ്യം അല്ലെങ്കിൽ ലൈഫ് സ്കില്ല്. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിക്കാറില്ല. ഇപ്പോഴത്തെ ജനറേഷനായ ആൽഫ ബീറ്റ എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പരീക്ഷയിലൊക്കെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കും, സ്പോർട്സിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യും. പക്ഷേ ജീവിത പരീക്ഷയിലെത്തുമ്പോൾ അവരെപ്പോഴും തോറ്റുപോകാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് സ്കില്ലിനെ കുറിച്ച് അവർ പഠിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് കേട്ട് വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ മാതാപിതാക്കൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ, കൂട്ടുകാർ തമ്മിൽ അടിയുണ്ടാക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ അധ്യാപകരാണെങ്കിൽ വഴക്ക് പറയുവാണെങ്കിലോ ഇവരെന്താ ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് തരണം ചെയ്യുന്നതാണ് ഈ ലൈഫ് സ്കില്ലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ഹൗ ടു എക്സ്പ്രസ് ഇമോഷൻസ്. നമ്മുടെ വികാരങ്ങളെ എങ്ങനെ പ്രകടിപ്പിക്കണം, എത്രത്തോളം പ്രകടിപ്പിക്കണം, എവിടെ പ്രകടിപ്പിക്കണം എന്നെല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹൗ ടു ഹാൻഡിൽ എ ഫെയിലിയർ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തോൽക്കാറുണ്ട്. തോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തോക്കുകയാണെങ്കിൽ ക്രൂരമായിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ മർദ്ദിക്കാറുണ്ട്. പക്ഷേ തോൽവി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ, ഗുണപാഠങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹൗ ടു സേ നോ വിത്ത് റെസ്പെക്ട്. അതായത് നമ്മുടെ കുട്ടികളെ നോ എന്ന് പറയാൻ എപ്പോഴും ശീലിപ്പിക്കുക. നിലവിലെ സാഹചര്യങ്ങളിൽ പുകവലിക്കുന്ന കുട്ടികളുണ്ട്. ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ ഉറപ്പായും നോ പറയാൻ നമ്മുടെ മാതാപിതാക്കൾ എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് പഠിപ്പിച്ചിരിക്കണം. കൂടുതൽ വീഡിയോസിന് ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും വളർത്താനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്